അങ്ങനെ ഒന്നും തീർച്ചയായിട്ടും എല്ലാവർക്കും തോന്നിയിരുന്നു. പിന്നീട് സായിന്റെ വേറൊരു മുഖമാണ് കണ്ടത്. അപ്പൊ ഈ സായി തിരിച്ചിപ്പോ ചാനൽ ടേക്ക് ഓവർ ചെയ്യുന്നു പറഞ്ഞല്ലോ. പക്ഷെ അപ്പോ ആ സായിക്ക് അതേ കോൺഫിഡൻസ് ഉണ്ടാവോ ഇനി? ഞാൻ ഇന്നലെ ഈ സായി എല്ലാരും വിമർശിക്കുന്നതാണല്ലോ. സായി എല്ലാരും വിമർശിക്കുന്നുണ്ട്. ഇപ്പൊ സിനിമാക്കാരെയും വിമർശിക്കുന്നുണ്ട്, എല്ലാരും വിമർശിക്കുന്നുണ്ട്, രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. രൂക്ഷമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു വിമർശനം ഉണ്ട്, പക്ഷെ അതൊരു എന്താ പറയാ. അല്ല, നമ്മള് ഈ മാളിപ്പുറം സിനിമയിലൊക്കെ കണ്ടിട്ടാണത്. അപ്പൊ അല്ല, തിരിച്ചു വരുമ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു സായിയുടെ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയത് സായിക്ക് ബിഗ് ബോസിൽ പോയതിനു ശേഷമായിരിക്കും. അല്ല, തിരിച്ചു വരുമ്പോ അത് ഉണ്ടാവുമെന്ന് വെച്ചോ? എനിക്കറിയില്ല. അത് സായി വന്നിട്ട് ഓക്കെയാണ്. ഇപ്പോൾ മെന്റലി എല്ലാവരും ഓക്കെയാണ്. വന്നിട്ട് ഇനി ചാനൽ കൊണ്ടുപോകണല്ലോ, ചാനൽ കാരണം കൊണ്ടാണ് അവിടെ എത്തിയത്. പിന്നെ അതങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത്. ഈ സ്നേഹ വിമർശിക്കാനുള്ള മെയിൻ ഒരു കാരണം എന്താണെന്ന് വ്യക്തമാക്കാം. അങ്ങനെയൊന്നുമില്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് റിവ്യൂ പറയുന്നത് ഞാൻ ആദ്യം സായിനോട് പറഞ്ഞതായിരുന്നു. എന്നോട് പറഞ്ഞാൽ നീ എന്ത് വേണേ ചെയ്തോ, ബയാസ്ഡ് ആവരുന്നു മാത്രം പറഞ്ഞു. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയില്ല, ഞാൻ അങ്ങനെ ഒക്കെ എടുത്തിട്ടൊന്നുമില്ല എന്നുള്ളത്. കണ്ടത് കുറ്റം പറയാനുള്ളതൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഫോണില്ല, ഫുൾ ടൈം ഫോണില്ല. അപ്പൊ അവിടെ ചെന്നിട്ട് ഫോണില്ലാത്തതും പിന്നെ ഫാമിലിയുടെ കൂടെ ഇങ്ങനെ കുറെ ഇരുന്നപ്പോ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയപ്പോ പിന്നെ മാറിയിട്ടുണ്ടാവും എന്തായാലും. അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാറുണ്ട്. അത് വലിയ പ്രത്യേകതയൊന്നുമില്ല. ഞാനുള്ള സമയത്താണെങ്കിലും ട്രോളാറുണ്ട് നല്ലോണം. അങ്ങനെയൊന്നുമില്ല. സായി പുറത്തിറങ്ങി വീണ്ടും സിംഹമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സായി പഴയ സീക്രട്ട് ഉണ്ടാവും. നല്ല ഗെയിം പ്ലാൻ തന്നെയാണ്. കാരണം മേ ബി വിചാരിച്ചിട്ടുണ്ടാവും ടോപ്പ് 5 അല്ലെങ്കിൽ വരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കുറെ നേരം നമ്മൾ കണ്ടല്ലോ, 10-15 മിനിറ്റ് തന്നെ എടുത്തു. നല്ല തീരുമാനം. എനിക്ക് അതിലുണ്ടായിരുന്നു. എനിക്ക് ടോപ്പ് 5 കപ്പടിക്കണം നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി കപ്പെടുത്തു പോന്നു. അതെ, ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് താടി മീശൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മാറി, എനിക്ക് കുഴപ്പമില്ല. ഇനി വരുമല്ലോ, അത്രേ ഉള്ളൂ. അങ്ങനെ ഒന്നും അറിയില്ല. എല്ലാവർക്കും ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ സീസണിൽ അങ്ങനെ ഒരു രാജാവ് പറഞ്ഞ ഒരാളില്ല, രാജാവ് രാജ്ഞിയില്ല. അപ്പൊ ആർക്കും വേണമെങ്കിൽ ചാൻസ് ഉണ്ട്. അതോ നിങ്ങൾ ട്രോളിയിട്ട് പറയല്ലേ, കണ്ണെന്നാണ് വീട്ടിൽ വിളിക്കുക, അത്രേ ഉള്ളൂ.